നമസ്കാരം. ഗൾഫ് രാജ്യങ്ങളെ വിടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇറാൻ ഇപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വലിയ ആക്രമണങ്ങൾ തന്നെ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് കുവൈത്ത് അമേരിക്കൻ ബേസിലേക്ക് നടന്ന ആക്രമണത്തിൽ 67 സൈനികർക്ക് പരിക്കേറ്റു, 4 സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബഹ്റൈനിലേക്കും UAE-യിലേക്കും ഒക്കെ ഇറാൻ ആക്രമണം ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ചില വാർത്തകൾ ഇറാനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. അതായത് ഗൾഫ് രാജ്യങ്ങളുമായി ഒരു ചർച്ചയാകാം എന്നുള്ളതായിരുന്നു ആ വാർത്ത. സംഘർഷങ്ങൾ ഉടൻ തന്നെ അത് ലഘൂകരിക്കും, സംഘർഷങ്ങൾ കുറയുമെന്നൊക്കെ ആ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പറയുന്നത് വിട്ടുവീഴ്ചയൊക്കെ ആകാം, ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത് വേണ്ടെന്ന് വെക്കാം, ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസുകൾ അടച്ചു പൂട്ടി അവരെ പിടിച്ച് പുറത്താക്കണം. കുവൈത്ത് അമേരിക്കയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ്. ബഹ്റൈൻ അമേരിക്കയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ്. UAE-യും അമേരിക്കയും വളരെ അടുത്ത ബന്ധമുണ്ട്. എന്തായാലും ഈ രാജ്യങ്ങളിലൊക്കെ അമേരിക്കൻ ബേസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ബേസുകളൊക്കെ അടച്ചുപൂട്ടണം. ഇറാന്റെ സുരക്ഷ മാത്രമല്ല പ്രശ്നം, ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ വരും സമയങ്ങളിൽ ഈ ഒരു ബേസുകൾ അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യം ഭീഷണിയാകും. അതുകൊണ്ട് മേഖലയുടെ സുരക്ഷയ്ക്കായി ഇവന്മാരെയൊക്കെ പിടിച്ചു പുറത്താക്കണം. അങ്ങനെയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇനി ആക്രമണങ്ങൾ നടത്തില്ല എന്നതാണ് ഇറാന്റെ നിലപാട്. ചൈനയുടെ പ്രത്യേക ഒരു പ്രതിനിധി സംഘം ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തുന്നു, ചർച്ചകൾ ഉടൻ നടക്കും എന്നൊക്കെയുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇറാന്റെ ഭാഗത്തു നിന്ന് ഗൾഫ് രാജ്യങ്ങളുമായി ഒരു സന്ധിയാകാം എന്നുള്ള ഒരു പ്രതികരണവും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങളാകെ മാറിമറിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ ബേസുകൾ പൂട്ടാതെ ഗൾഫ് രാജ്യങ്ങളെ വിടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇറാന്റെ നിലപാട്. എന്തായാലും ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതായത് മുൻ DGP, കേരളത്തിന്റെ മുൻ DGP TP സെൻകുമാർ അയാളുടെ FB പേജിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോ എന്ന് പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനായിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരാളിട്ട ഒരു ഫോട്ടോ, അല്ലെങ്കിൽ ഒരാൾ എവിടെയോ വെച്ച ഒരു ഫോട്ടോ. ആ ഫോട്ടോ ഇയാളുടെ FB പേജിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിനടിയിൽ ഇയാളൊരു കാര്യം എഴുതിയിട്ടുണ്ട്: പേടിക്കണം ഇവന്മാരെയൊക്കെ എന്നുള്ളതാണ്. അതായത് ഇത്തരക്കാരെ പേടിക്കണം. ഖംനായിയെ പിന്തുണക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, അവന്മാരെ പേടിച്ചേ മതിയാകൂ എന്നുള്ള ഒരു പോസ്റ്റാണ് ഇവിടെ ഈ TP സെൻകുമാർ അയാളുടെ FB പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് TP സെൻകുമാറിനോടൊരു കാര്യം പറയാനുണ്ട്. ആയത്തുള്ള അലി ഖംനായി നമ്മുടെ രാജ്യത്തിന് ദോഷം ചെയ്യുന്ന ഒരു പ്രവർത്തനവും എവിടെയും ചെയ്തിട്ടില്ല, ഒരിക്കലും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇറാനിൽ ചെയ്ത ചില നല്ല കാര്യങ്ങളുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ അഹിംസാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപിതാവിനോടുള്ള ആദരസൂചകമായി ഇറാനിലെ തെഹ്റാനിൽ ഗാന്ധി ഹോസ്പിറ്റൽ എന്ന പേരിൽ ഒരു ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആശുപത്രിക്കെതിരെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടായി. കുട്ടികളെ താമസിപ്പിച്ചിട്ടുള്ള ബ്ലോക്കിനു നേരെയാണ് ആക്രമണം ഉണ്ടായത്. എന്തായാലും ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഇവിടെ ഗോഡ്സെ കുഞ്ഞുങ്ങൾ ഇസ്രായേലിനു വേണ്ടി ഇങ്ങനെ കിടന്ന് കരയുന്നത്, ഇറാനെതിരെ സംസാരിക്കുന്നത് എന്ന ഒരു രീതിയിലുള്ള ഒരു പോസ്റ്റാണ് അല്ലെങ്കിൽ ഒരു വാർത്തയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പ്രിയപ്പെട്ട TP സെൻകുമാറിനോട് പറയാനുള്ളത്, ആ ഗോഡ്സെ കുഞ്ഞുങ്ങളുടെ നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ താന്നൊരു നിലവാരത്തിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങളൊരു IPS ഓഫീസറായിരുന്നു, കേരളത്തിന്റെ DGP ആയിരുന്നു. പലപ്പോഴും നിങ്ങൾ അത്തരത്തിലുള്ള പല പ്രതികരണങ്ങളും പ്രയോഗങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇനിയെങ്കിലും അങ്ങനെ നിലവാരമില്ലാത്ത വിഷയങ്ങൾ നിങ്ങൾ ചർച്ചയാക്കരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ FB-യിൽ അത്തരത്തിലുള്ള ഫോട്ടോകളും കുറിപ്പുകളും പങ്കുവെക്കരുത് എന്നാണ് എനിക്ക് താങ്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ അമേരിക്ക ഇറാനെതിരെ യുദ്ധം നടത്തുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്, അതൊരു മതരാജ്യമാണ്. അവരുടെ പക്കൽ അണുവായുധം കിട്ടിയാൽ അത് വലിയ അപകടം ചെയ്യും. മാത്രമല്ല മത തീവ്രവാദികളാണ് അവിടെ ഭരണത്തിലിരിക്കുന്നത്, അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊക്കെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് നിങ്ങളും ആ പക്ഷത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവിടെ മതവെറിയന്മാരെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ വൈറ്റ് ഹൗസിലെ ഓഫീസിൽ ഇപ്പോൾ ട്രംപിന് വേണ്ടിയുള്ള കൂട്ടപ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫോട്ടോകളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾ അക്കാര്യം ഒന്ന് കാണാൻ ശ്രമിക്കണം, മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാണ് താങ്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരുപാട് കുട്ടികളെ കൊന്നു തള്ളിയ മനുഷ്യനാണ്, ഒരുപാട് സ്ത്രീകളെ കൊന്നു തള്ളിയ മനുഷ്യനാണ്. നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആളുകളെ കൊന്ന രക്തത്തിന്റെ കറ അയാളുടെ കൈകളിലുണ്ട്. എന്തായാലും ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന മനുഷ്യന്റെ ദീർഘായുസിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് ഒരു പൂജ നടന്നു. അയോധ്യയിലായിരുന്നു ആ പൂജ നടന്നത്. ഇക്കാര്യം താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ
എന്ന് എനിക്കറിയില്ല. കഴിയുമെങ്കിൽ അത്തരത്തിലുള്ള ഫോട്ടോകൾ കൂടെ താങ്കളുടെ FB പേജിൽ പങ്കുവെക്കാൻ ശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് താങ്കളോട് ഈ ഒരു അവസരത്തിൽ വളരെ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്.